ഗുഡ് ഈവനിങ്. ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. കുറച്ച് വേറെ അല്ലാത്ത വിധത്തിൽ കുറേ ബിസി ആയിപ്പോയി. യാത്രയും ഔട്ട് സ്റ്റേഷനും ഒക്കെ ആയി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടാൻ ഞാൻ. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചുറ്റുപാട് നോക്കിയപ്പോൾ, എൻ്റെ ജീവിതത്തിലും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം പറയാനാണ്. അതായത് നമ്മൾ ശരിക്കും ഡിപ്രസ്ഡാണ്. പല ആളുകളും ഇങ്ങനെയൊക്കെ പോകണം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ആ പദ്ധതികൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു കാര്യം പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. അതങ്ങനെ സംഭവിച്ചോളം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോസിറ്റീവായിരുന്നു. അല്ലാതെ സംഭവിക്കും തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയും, അത് നമ്മൾ ചെയ്യുക എന്നുള്ളത്. ആ ഇൻപുട്ട് കിട്ടണമെന്നില്ല. അത് എല്ലാ കാര്യത്തിലാണെങ്കിലും ശരി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പല ആളുകളും അതങ്ങനെ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നും ചിന്തിക്കാത്തതാണ്. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്തത് നടക്കും. ഇതൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവിടെ ഉരുൾപൊട്ട് ഉണ്ടായി, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി അല്ലേ? എത്ര പേര് മരിച്ചുപോയി, എല്ലാ സംഭവം ഉണ്ടായി. ഇത് അവരൊന്നും ചെയ്തു വച്ചിട്ടല്ലല്ലോ. അത് വന്നു മഴ വെറുതെ മഴ വരുന്നു, വന്ന് മഴ വടവടാന്ന് വന്ന് വെള്ളപ്പൊക്കമാണ്. അതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാറി കിട്ടുന്നത്. അത് ഒരു പണ്ട് കൊറോണ വന്നിരുന്നു, അന്ന് എന്ത് പറ്റിയിരുന്ന ആളുകൾക്ക് കാത്തിരിക്കണം. ഓക്കെ, കാത്തിരിക്കുക എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക ശരിയാകുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, പല ആളുകളും മടിയന്മാരാ. അവർ ചെയ്യത്തില്ല, എന്തെങ്കിലും വന്ന് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചാൽ അതിൻ്റെ പുറകെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കണം. റിസൾട്ട് കിട്ടിയില്ല, ഫെയിലിയറായി, പിന്നെയും ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ദൈവം തമ്പുരാനെ സൃഷ്ടാവ് എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. അതായത് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഈ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കണം. ആ കർമ്മം ചെയ്യാതെ ഫലം കിട്ടത്തില്ല. കർമ്മം ചെയ്താലും ഫലം കിട്ടില്ല ചിലപ്പോൾ. ആ കാര്യം എന്താണെന്നറിയോ? ആ കർമ്മം ചെയ്തിട്ട് അതിൽ ഫലം കിട്ടിയാൽ ദോഷം ഉണ്ടാകുമായിരിക്കും. ഇതൊക്കെ അറിയുന്ന സർവശക്തനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. ഓക്കെ, സൃഷ്ടാവിൽ നിരാശരാകേണ്ട കാര്യമില്ല. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ഭഗവാൻ കേ ഘർ ദേർ ഹൈ അന്ധേർ നഹീ ഹൈ. ദൈവത്തിൻ്റെ വീട്ടിൽ താമസമുണ്ട്, എന്നാലും ഇരുട്ടില്ല. ആ താമസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സമയത്തിൻ്റെ കണക്ക് കൂട്ടുന്നത് ഒരു ചോദിക്കുന്ന അസ്തമിക്കുന്നത് ചെറിയ ഇട്ട അവിടത്തിൽ സാധനം വെച്ചിരിക്കുന്നത്. അതല്ല സമയം. ദൈവത്തിൻ്റെ സമയം അവിടെ സൂര്യോദയം സൂര്യാസ്തമയമൊന്നുമില്ലാത്ത ദൈവത്തിൻ്റെ കിങ്ഡമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 1000 വർഷമായിരിക്കും ഇതൊരു പ്ലാനിന് നമ്മുടെ ഈ ഭൂമിയിൽ നോക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? അത് നടക്കുമോ? ഇല്ല. അപ്പോൾ ആ കാര്യം നടന്നില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം? അടുത്തൊരു പ്ലാൻ ഇടണം. അപ്പോൾ അതിന് നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. അല്ലാതെ ഇന്ന് തന്നെ എനിക്ക് വേണം, എനിക്ക് ഇങ്ങനെയുള്ള പെണ്ണിനെ തന്നെ കെട്ടണം, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ആ പെണ്ണിനെ കെട്ടണം. കേട്ടാനുള്ളതൊക്കെ പരിപാടി ചെയ്തു നോക്കണം. നടന്നില്ലെങ്കിൽ പോടാ എന്ന് പറയണം. അടുത്ത പെണ്ണ് കിട്ടും. മനസ്സിലാകുന്നുണ്ടാവും? ഇത് ഏത് പെണ്ണ് കിട്ടിയാലും, ഏത് ആണിനെ കിട്ടിയാലും, ഏത് അപ്പനെ കിട്ടിയാലും അമ്മനെ കിട്ടിയാലും ഇതെല്ലാം നമ്മളിവിടെ ഇട്ടേച്ച് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അടുത്ത് നോക്കാം, അടുത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മളങ്ങനെ സ്വീകരിച്ചാൽ ഇത് വീണ്ടും കേട്ട് പ്രവർത്തിക്കുമ്പോൾ, ഞാനും ഇങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്തു വന്നു കഴിയുമ്പോൾ എനിക്കങ്ങനെ നിരാശ വരുന്നില്ല. ഞാൻ ഒരു ടാർഗറ്റ് ഇട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് പണിയെടുക്കും. ഇതങ്ങനെയല്ലേ. വേറെ കുറച്ച് കളവന്മാരുണ്ട്. അതായത് 55 വയസ്സ് ഗവൺമെൻറ് ഫിക്സ് ചെയ്താണ് റിട്ടയറാകാൻ. 51 വയസ്സൊന്നുമില്ല. ഓസ്ട്രേലിയയിലെ ആളുകൾ 75-80 വയസ്സ് വരെ അവർ ജീവിച്ചിരിക്കുന്ന കാലം ജോലി ചെയ്യുന്നുണ്ട്. അവരാരും മക്കളെ ഡിപ്പെൻഡ് ചെയ്യുകയോ ബന്ധക്കാരെ ഡിപ്പെൻഡ് ചെയ്യുകയോ ഒന്നും അവർക്ക് അറിയത്തില്ല. അതൊന്നും മക്കളെ വളർത്തി പഠിപ്പിച്ച് എല്ലാം കൂടി അത് പോയി നമ്മൾ ജീവിക്കാൻ നമ്മൾ തന്നെ പണിയെടുക്കണമെന്നില്ല. ഇതങ്ങനെയല്ല, കയറി ചടഞ്ഞു കുത്തിയിരിക്കും.
അപ്പനും അമ്മയെങ്കിലും കൂടി ചടഞ്ഞു കുത്തിയിരുന്നിട്ട് മകന് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഉണ്ടാവുള്ളൂ, അവൻ തന്നെ എല്ലാം അങ്ങോട്ട് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്നറിയോ, ഈ മരിക്കാതെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കില്ല. ഓക്കെ, അത് പ്രവർത്തനം നിൽക്കുമ്പോൾ മരണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയോ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർ ആകെപ്പെടെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന മോളാ അല്ലെങ്കിൽ ബന്ധുവോ സഹോദരന് ആരെങ്കിലും ആണെങ്കിൽ തരും, അവർ തരാൻ വേണ്ടി അവരെന്തിനാ തരുന്നത്? നിങ്ങൾ ജനിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അല്ലാതെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പോലും ഇല്ല. അവർ പിന്നെ പഠിപ്പിക്കാനും കാര്യം എല്ലാം വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്ക് അവകാശം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തരാത്ത അച്ഛനും അമ്മയുണ്ട്. ആ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് പാവങ്ങൾ പണിയെടുത്തിട്ട് അവരൊക്കെ ഉയർന്ന ഉദ്യോഗത്തിലും വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതെ, അല്ല അപ്പനും അമ്മയും കാശ് ഇങ്ങനെ തള്ളിക്കൊടുത്ത് അവിടെ പഠിപ്പിച്ച് വലിയ ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ വന്ന കുട്ടികൾ നന്നായിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഒരു മായയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മായാലോകത്തിൽ ഇങ്ങനെ ഓരോ സംഭവിക്കും. അതിന് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇച്ഛാശക്തി തന്നിട്ടുള്ളതുകൊണ്ട്, പ്രവർത്തനക്ഷമത തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ബാക്കി അല്ലാതെ ഈ ചുമ്മാ ഇടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ടെൻഷൻ പിടിക്കാതിരുന്നാൽ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. ഗോഡ് ബ്ലെസ് യു.